ഇന്ന് ഇപ്പം നമ്മൾ പറയാൻ പോണ ജ്യോതിഷ ജന്മക്കൂറ് ഫലങ്ങളാണ്. ഇപ്പോൾ 3 ഭാഗമായിട്ട് നമ്മൾ പറയാൻ തീരുമാനിച്ചത് മൂന്നാമത്തെ ഭാഗമാണ്. അപ്പോൾ മകരക്കൂറ് മുതലാണ് മകരം, കുംഭം, മീനം കൂറുകളുടെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ മകരക്കൂറ്, ഇതിന് ഇംഗ്ലീഷിലെ കാപ്രിക്കോൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം മുഴുവനും, അവിട്ടം 1, 2 പാദങ്ങൾ, അങ്ങനെയാണ് അതിനകത്ത് വരുന്ന നക്ഷത്രം. ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ നമ്മൾ എല്ലാത്തിൻ്റെ പൊതുഫലങ്ങൾ നമ്മൾ ഈ 31/5/25 മുതൽ 6/12/25 വരെയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ എല്ലാ നക്ഷത്രങ്ങളുടെയും, അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ പൊതുഫലങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൂറിന്റെ ഫലങ്ങളാണ് പറയുന്നത്. ഈ കൂറിൽ ജനിച്ചാൽ, അതായത് മകരക്കൂറിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള ഫലങ്ങൾ. ഈ കൂറിൽ ജനിച്ചവർക്ക് അരയ്ക്ക് താഴെയുള്ള ഭാഗം വണ്ണം കുറഞ്ഞും എന്നാൽ ബലവാനായും സഞ്ചാരപ്രിയന്മാരായും ഭവിക്കും. ഇവർ ചഞ്ചലഹൃദരായ ഇവർ മിക്കവരും ആഡംബരങ്ങളിൽ വലിയ വിശ്വാസം ഇല്ലാത്തവരാകും. കിട്ടണോണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർ, ഇന്ന രീതിയിൽ വലിയ ആഡംബരം വേണമെന്നുള്ളൊരു താല്പര്യം ഈ കൂറിൽ ജനിക്കുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നീച സ്ത്രീകളിലും വൃദ്ധ സ്ത്രീകളിലും താല്പര്യം ഉണ്ടാവും അവർക്ക്. ഭാഗ്യമുള്ളവരായിരിക്കും ഈ കൂറിൽ ജനിക്കുന്നവർ. അതായത് എന്തിനും അവർക്ക് ഭാഗ്യം ഉണ്ടാവും. ഒരു ചിട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് ആദ്യം കിട്ടിയെന്ന് വരും, നറുക്കെടുക്കും. അങ്ങനെ ഭാഗ്യം ഉണ്ടാവും. ദശാഭാരങ്ങൾ മോശമാകുന്ന സമയം കുടുംബ പ്രശ്നം, ആരോഗ്യ പ്രശ്നം എന്നിവ മൂലം ദുഃഖിതരാകും. നട്ടെല്ല് തേയ്മാനം, ശ്വാസകോശ രോഗങ്ങൾ, നിത്യവും തലവേദന എന്നീ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ആവുന്നതും ഒഴിവാക്കി കഴിഞ്ഞാൽ ഉദര രോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഇവയെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും. ഇതും ഇവർക്ക് പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ്. 32 വയസ്സിന് താഴെ പ്രായമുള്ളവർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാതെ അഭ്യുതകാംക്ഷികളുടെയും കുടുംബത്തിനും ഉള്ളവരുടെ ഉപദേശം കേട്ട് ജീവിച്ചാൽ അവർക്ക് വളരെ നല്ലതായിരിക്കും, ഉന്നമനം ഉണ്ടാവും. അപ്പൊ ഇനി കുംഭക്കൂറ്. കുംഭക്കൂറിലെ അതിനെ ഇംഗ്ലീഷിലെ അക്വാറിയസ് എന്ന് പറയും. അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം മുഴുവനും, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ, അങ്ങനെയാണ് അതിനകത്ത് വരുന്ന നക്ഷത്രങ്ങൾ. ഈ കൂറുകാർക്ക് തടിച്ച മുട്ടുകളും പൊങ്ങിക്കാണുന്ന ഞരമ്പുകളും ഉണ്ടാകും. കഴുത്ത് നീണ്ടതായിരിക്കും. ഇക്കൂട്ടർ ശാസ്ത്രജ്ഞരോ ഡോക്ടർമാരോ അഥവാ എഞ്ചിനീയർമാരോ ആവാനുള്ള യോഗമുള്ളവരാണ്. എന്നാൽ സ്വന്തം കാര്യം നോക്കുവാൻ ഇവർ വളരെ പുറകോട്ടായിരിക്കും. ഈ കൂറുകാർ എന്ത് പ്രവൃത്തി നടത്തിയാലും അത് വളരെ സാവധാനം നല്ല ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ ഇവർക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം അവർക്ക് ഉണ്ടാവും. ഈ സ്വഭാവം ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. ഓർമ്മക്കുറവാണ് ഈ കൂറിൽപ്പെട്ടവരുടെ പ്രധാന ദുരിതം. 32 വയസ്സിന് താഴെയുള്ളവർക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദശാഭാരങ്ങൾ മോശമായി വരുന്ന സമയത്ത് ജീവിത പങ്കാളിയും മക്കളും ശത്രുക്കളായി മാറും. ഈ മീനക്കൂറ്, ഇതിന് പൈസസ് എന്ന് പറയും. ഈ കൂറില് പൂരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി മുഴുവനും, രേവതി മുഴുവനും, ഇതാണ് ഈ കൂറിലുള്ള നക്ഷത്രങ്ങൾ. ഈ കൂറിൽ ജനിക്കുന്നവർക്ക് ശരീര സൗന്ദര്യം, സ്വാത്വിക ഗുണം എന്നിവ ഉണ്ടാകും. പുരുഷന്മാർ ഭാര്യയിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കും. അവർക്ക് ഭാര്യയിൽ വല്ല സ്നേഹവും വിശ്വാസവും എല്ലാം ഉണ്ടാവും. ധാരാളം വെള്ളം കുടിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും. ശത്രുക്കളെ ജയിക്കുന്നവയും മഹാഭാഗ്യവാന്മാരുമാകും. അഗ്നി, വൈദ്യുതി ഇവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം.
അപകടത്തിന് സാധ്യത ഈ കൂറുകാർക്ക് ഏറും. 34 വയസ്സ് വരെ വീഴ്ച, പൊള്ളൽ, അപ്രതീക്ഷിതമായ അപകടങ്ങൾ എന്നിവ ഉണ്ടാകാൻ വളരെയേറെ സാധ്യതകളുണ്ട്. വളരെ ശ്രദ്ധിക്കുകയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും വേണം ഈ കാലയളവിൽ. ദശാഭാരങ്ങൾ മോശമാകുന്ന അവസരങ്ങളിൽ കടബാധ്യത, കുടുംബ വഴക്ക്, ജീവിത പങ്കാളിക്ക് എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ കുഴപ്പം. അപ്പൊ മേടം മുതൽ മീനം വരെയുള്ള കൂറുകളുടെ ഓരോ കൂറിലും ജനിച്ചാലുള്ള ഫലങ്ങളാണ് നമ്മൾ ഇവിടെ വിശദമാക്കിയത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുള്ളൂ. പിന്നെ ചന്ദ്രന്റെ ബലത്തിന് വളരെ പ്രാധാന്യം. നല്ല ചന്ദ്രബലത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ഉപദേശത്തിനോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതും ഞങ്ങൾ ഉപദേശങ്ങൾ തരുന്നതുമായിരിക്കും. നമസ്തേ.